Hi dears, welcome back to Arcanix. മക്കളെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ആൽഡോൾ കണ്ടൻസേഷൻ. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഒറ്റയടിക്ക് എഴുതാം. അതിന്റെ ട്രിക്ക് എന്താണ്, ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എങ്ങനെ പെട്ടെന്ന് എഴുതാം, അതിനെന്താ ചെയ്യേണ്ടത് എല്ലാവരും ശ്രദ്ധിച്ചു. ആൽഡോൾ കണ്ടൻസേഷൻ ആരിലാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ആൽഫ ഹൈഡ്രജനുള്ള ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണുകളിൽ പോസിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ആൽഡോൾ കണ്ടൻസേഷൻ. എന്ത്? ആൽഡോൾ കണ്ടൻസേഷൻ. ഇപ്പൊ നമുക്ക് പ്രൊപ്പനാളിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. പ്രൊപ്പനാൾ എന്താ? പ്രൊപ്പനാളിന്റെ ഫോർമുല എന്താ? പ്രൊപ്പനാൾ എന്ന് പറയുമ്പോൾ CH3CH2CHO ആണ് പ്രൊപ്പനാള്. ഓക്കെ, ഈ പ്രൊപ്പനാളിനെ ആൽഡോൾ കണ്ടൻസേഷന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഡയലൂട്ട് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യാം. ഡയലൂട്ട് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുക, അപ്പോൾ ആൽഡോൾ കിട്ടും. അതിനെ ഹീറ്റ് ചെയ്താലാണ് ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് കിട്ടുക. ആ ഫൈനൽ പ്രൊഡക്റ്റ് എഴുതാനാണ് സാർ പഠിപ്പിക്കുന്നത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം മക്കളെ? പ്രൊഡക്റ്റിനെ കിട്ടാൻ ഈ പ്രൊപ്പനാളിന്റെ നമ്മുടെ ആൽഡിഹൈഡ് അതിന്റെ രണ്ട് മോളിക്യൂൾസ് ഇങ്ങ് എടുക്കാം. ആദ്യത്തെ മോളിക്യൂളിനെ ഞാൻ എഴുതി, CH3CH2CHO ഒന്നാമത്തെ മോളിക്യൂൾ. ഇറ്റാൽ ഒരെണ്ണം കൂടെ എടുത്ത് അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഞാൻ എഴുതാണ്. CHO CH2 CH3 CH3 CH2 CH. മക്കളെ ഈ രണ്ടും പ്രൊപ്പനാൾ തന്നെയാണ്. ഇതിനെ അറേഞ്ച് ചെയ്തപ്പോൾ ഞാൻ ചെയ്തത് ഒന്നാമത്തെ മോളിക്യൂളിന്റെ കാർബോണൈൽ ഓക്സിജൻ രണ്ടാമത്തെ മോളിക്യൂളിന്റെ ആൽഫ കാർബൺ ഫേസ് ചെയ്യുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തത്. എന്താ ആൽഫ കാർബൺ? ഈ ആൽഡിഹൈഡ് അറ്റാച്ച് ചെയ്ത കാർബൺ അല്ലോ, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ, ദാറ്റ് ഈസ് യുവർ ആൽഫ കാർബൺ. സോ ആൽഫ കാർബണും ഒന്നാമത്തെ മോളിക്യൂളിന്റെ കാർബോണൈൽ ഓക്സിജൻ രണ്ടാമത്തെ മോളിക്യൂളിന്റെ ആൽഫ കാർബൺ ഫേസ് ചെയ്യുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തത്. ഇനി ചെയ്യേണ്ടത് ഈ കാർബോണൈൽ ഓക്സിജനും ആൽഫ കാർബണിൽ നിന്ന് രണ്ട് ആൽഫ ഹൈഡ്രജനും കൂടെ എടുത്തങ്ങ് ഒഴിവാക്കുക. ഒരു വാട്ടർ മോളിക്യൂളിന് എടുത്ത് കളയുക. എന്നിട്ട് ഇവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് കൊടുത്ത് ഇവരെ ജോയിൻ ചെയ്ത് നിങ്ങൾ അപ്പൊ എന്തായിരിക്കും ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഒന്ന് പറയാവോ നിങ്ങൾക്ക്? ഇറ്റ് ഈസ് CH3CH2 അല്ലെ? CH3CH2 പിന്നെ ആരാ? CH ഡബിൾ ബോണ്ട്. ഓൾറെഡി CH ഡബിൾ ബോണ്ട് O ആയിരുന്നു. ഇനി ആ ഡബിൾ ബോണ്ടിലൂടെ ആൽഫ കാർബണിലേക്കാണ് ജോയിൻ ചെയ്യേണ്ടത്. സോ ഡബിൾ ബോണ്ട് C, അത് ഈ കാർബൺ ആണ്, ആൽഫ കാർബൺ. ആ കാർബണിന്റെ മുകളിൽ ഒരു മീഥൈൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. സോ CH3CHO ഇതാണ് ഇയാളുടെ പേര്. റെഡിയാണ്? ഈനാളാണ് പ്രൊഡക്റ്റ് അല്ലെ? IUPAC നെയിം എന്താ വരിക? 2-methyl 1,2,3,4,5 Pent2 ഈനാൾ അല്ലെ? 2-methyl Pent2 ഈനാളാണ് കോമ്പൗണ്ടിന്റെ പേരെന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊപ്പനാളിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. രണ്ട് പ്രൊപ്പനാൾ മോളിക്യൂൾ ഒരുമിച്ച് എഴുതിയിട്ട്. റെഡിയാണ്? ഇതേപോലെ എഥനാളിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എങ്ങനെ എഴുതാ? എഥനാൾ എന്താ? എഥനാൾ അല്ലെങ്കിൽ അസെറ്റാൽഡിഹൈഡിന്റെ ഫോർമുല CH3CHO. ആൽഡോൾ കണ്ടൻസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡയലൂട്ട് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഉണ്ടാവുന്ന ആൽഡോളിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അപ്പൊ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് കിട്ടും. ശരിയാ? എങ്കിൽ ആ പ്രോഡക്റ്റ് എഴുതാൻ എന്താ ചെയ്യണം എന്ന് സാറ് പറഞ്ഞേ? ഒരു എഥനാൾ എഴുതുക CH3CHO, അയറ്റാൽ ഒരു എഥനാളും കൂടെ എഴുതുന്ന സമയത്ത് രണ്ടാമത്തെ മോളിക്യൂളിന്റെ ആൽഫ കാർബൺ ഒന്നാമത്തെ മോളിക്യൂളിന്റെ ഓക്സിജൻ കാർബോണൈൽ ഓക്സിജനെ ഫേസ് ചെയ്യുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് ആൽഫ കാർബണിന് രണ്ട് ഹൈഡ്രജനും ഇവിടുന്ന് ഒരു ഓക്സിജൻ എടുത്ത് കളയാ, വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്തേരെ. എന്നിട്ട് ജോയിൻ ചെയ്തോളൂ ഡബിൾ ബോണ്ട് കൊടുത്തുകൊണ്ട്. അപ്പൊ എന്താ കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്ന് പറയാവോ? ഇറ്റ് ഈസ് CH3. എന്താണ്? CH3CH ഡബിൾ ബോണ്ട്. ഇവിടെ രണ്ട് ഹൈഡ്രജൻ പോയ CH സിംഗിൾ ബോണ്ട് CHO. ബ്യൂട്ട്2 ഈനാൾ ക്രോട്ടോൺ ആൽഡിഹൈഡ് എന്നതിനെ പറയാം. എന്താ ആൽഡിഹൈഡ്? ക്രോട്ടോൺ ആൽഡിഹൈഡ്. റെഡിയാണ്? സോ അസെറ്റാൽഡിഹൈഡ് അല്ലെങ്കിൽ എഥനാളിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ആണ് ഞാൻ എഴുതിയത്. അങ്ങനെയാണ് മക്കളെ സൈക്ലോഹെക്സനോണിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ഇങ്ങനെ എഴുതാം. നോക്കിയതാ, ഇത് സൈക്ലോഹെക്സനോൺ ആണ്. സൈക്ലോഹെക്സനോൺ which is a ketone. സൈക്ലോഹെക്സനോണിനെ ഡയലൂട്ട് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. കിട്ടുന്ന പ്രൊഡക്റ്റിനെ ഹീറ്റ് ചെയ്താല് കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എന്തായിരിക്കും വരിക? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ? ഒരു സൈക്ലോഹെക്സനോൺ എഴുതിക്കോ. ഇതാണ് ഒരു സൈക്ലോഹെക്സനോൺ.
റെഡി? അടുത്ത സൈക്ലോഹെക്സനോണിനെ സാർ ഇതാ ഇങ്ങനെ എഴുതി. എങ്ങനെ എഴുതി? ഇങ്ങനെ എഴുതി. സൈക്ലോഹെക്സനോൺ. രണ്ടാമത്തെ മോളിക്യൂളിന്റെ സൈക്ലോഹെക്സനോണിന്റെ ആൽഫ കാർബൺ ആണ് ഇത്. ആൽഫ കാർബൺ ഒന്നാമത്തെ മോളിക്യൂളിന്റെ കാർബോണിൽ ഓക്സിജനെ ഫേസ് എന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്തു. ഈ ആൽഫ കാർബണിന്റെ മുകളില് 2 ബോണ്ടാണുള്ള, അപ്പൊ 2 ഹൈഡ്രജൻ അവിടെ ഉണ്ട്. ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് അത് കാണിക്കാത്തത്. അപ്പൊ ആൽഫ കാർബണിൽ നിന്ന് 2 ഹൈഡ്രജനും ഈ ഓക്സിജനെയും കൂടെ അങ്ങോട്ട് കളഞ്ഞു. എന്നിട്ട് ഇവരങ്ങ് ജോയിൻ ചെയ്തോ. ഈ ഡബിൾ ബോണ്ടിലൂടെ ഇവരങ്ങോട്ട് ജോയിൻ ചെയ്തോ. അപ്പൊ എന്താ? സൈക്ലോഹെക്സനോണിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റിന്റെ സ്ട്രക്ചർ നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. ഡബിൾ ബോണ്ടിലൂടെ ആൽഫ കാർബണിലേക്ക് ബൈൻഡ് ചെയ്തിരിക്കുന്നു. ഏത് കാർബൺ? ആൽഫ കാർബൺ. റെഡിയാണ്? ദിസ് ഇസ് ദ പ്രൊഡക്റ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഇതാണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഇത് പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യനും കൂടെയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. റെഡിയാണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.